ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ അടുത്ത പാർട്ട്, അതായത് ഈ ആരിഫ് ഹുസൈനുമായിട്ട് നടന്ന ഫോൺ സംഭാഷണത്തിലെ മൂന്നാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ അതിൽ ഇദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് കേട്ടിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ചയിലേക്ക് കടക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതെന്താണ് അദ്ദേഹം പറഞ്ഞത് ആ വിഷയത്തിൽ എന്ന് ആദ്യം ഒന്ന് കേൾക്കാം. ശതമാനം ഇസ്ലാമിന്റെ നിയമങ്ങൾ മാത്രം പാലിച്ചാണോ ഷമീർ ജീവിക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ എനിക്ക് ചില അബദ്ധങ്ങൾ പറ്റാം. അബദ്ധങ്ങൾ പോട്ടെ, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. ഓ, അതുകൊണ്ട് തെറ്റുകൾ ചെയ്യാറില്ല. ഷമീർ വണ്ടി എടുത്തിട്ടുണ്ട്. ആ, ഏതാ വണ്ടി? എങ്ങനെയാ, ലോണിലാണോ? അല്ല, ലോണിലല്ല. ട്രെയിനിലോ ബസ്സിലോ യാത്ര ചെയ്യാറുണ്ടോ? ആ, ട്രെയിനിലും ബസ്സിലൊക്കെ അറിയാം. ഈ ട്രെയിനിലും ബസ്സിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാ അവരുടെയൊക്കെ ഫണ്ടിങ് നടക്കുന്നത്? വല്ല പിടിയും? എന്ത് ഫണ്ടിങ്? ട്രെയിനിൽ പോയി അല്ലെങ്കിൽ എയറോപ്ലെയിനിൽ പോയി എന്ന് വിചാരിക്കാം. അതൊക്കെ പൂർണ്ണമായിട്ട് ഇസ്ലാമികമായിട്ട് നിലനിൽക്കുന്ന സാധനമാണെന്ന് തോന്നുന്നുണ്ടോ? ഇനിയിപ്പോ അത് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്നാലും. അപ്പൊ പിന്നെ എങ്ങനെയാ ഷമീർ പൂർണ്ണമായിട്ടുള്ള ഒരു മുസ്ലിമാണെന്ന് അവകാശപ്പെടുക? എന്നാ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് അത് പട്ടിണി എടുക്കുക. പട്ടിണി എങ്ങനെ ഇരിക്കാനില്ല. കേട്ടില്ല. ഒരാൾ പട്ടിണി കിടക്കുന്നു. ഷമീർ പറഞ്ഞാൽ കേൾക്കുന്നില്ല, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. അപ്പൊ കേൾക്കുന്നുണ്ടോ? പറയും. അതായത് ഒരാൾ പട്ടിണി എടുക്കുക, ഇയാൾ ഏകദേശം മരണപ്പെടാനായി. അങ്ങനെ ഇയാളെ മുന്നിൽ ആകെ കിട്ടുന്നത് പന്നിയിറക്കിയാണ്. എന്ത് ചെയ്യും? തിന്നും. അതന്നെ, വേറെ മാർഗങ്ങളില്ലെങ്കിൽ നമ്മൾ വഴി ഉപയോഗിക്കാം. അതിന് ഇസ്ലാമികമായിട്ട് ഒരു പ്രശ്നവും ചെയ്യാന്ന് പറഞ്ഞു. ഇന്ത്യയിൽ വേറെ വഴികളൊന്നും ഇല്ല. ഇവിടെ വേറെ എന്താ വഴിയില്ലെങ്കിൽ നമ്മൾ ഓക്കെ, ഇതാണ് വിഷയം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പല ഇപ്പോൾ ട്രാൻസ്പോർട്ട്, ബസ്, അതേപോലെ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന പല വാഹനങ്ങൾ കാര്യങ്ങളൊക്കെ ചിലപ്പം ഫണ്ടിങ് ചിലപ്പോൾ ഈ പറഞ്ഞ പലിശയായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും. ചിലപ്പോൾ ഈ ഓണർ പലിശക്ക് എടുത്തിട്ടായിരിക്കും ആ വാഹനം ഓടിച്ചിട്ടുണ്ടാവുക, എടുത്തിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ഈ പറഞ്ഞ ജെറ്റുകളും അതേപോലെ ട്രെയിന്, ഇതൊക്കെ ചിലപ്പം ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും. അപ്പോൾ ആ വിഷയത്തിലാണ് ഇയാൾ നമ്മളെ ചോദ്യം ഇതൊന്നും അല്ലായിരുന്നു. ജോസഫ് മാഷിന്റെ കൈ വെട്ടിയ സംഭവമായിട്ടുള്ള വിഷയത്തിലേക്ക് വന്നതിന് ശേഷം വന്ന ഒരുപാട് ചോദ്യങ്ങളിൽ പെട്ട ഒരു ചോദ്യമാണിത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ ഇസ്ലാമികമായിട്ട് ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് ഒരു ബോധം തരാൻ നോക്കുകയാണ് ചെയ്യുക. ശരിക്കും നമുക്കെല്ലാം അറിയാം, ഇസ്ലാമിനെ പറ്റിയിട്ട് ശരിക്കും അറിയുന്ന ആളുകളാണ് ഇസ്ലാമിൽ ജീവിക്കുന്നത്. അല്ലാതെ ഇസ്ലാമിന്റെ പുറത്തുള്ള ആളുകൾക്ക് ഇസ്ലാമിനെ പറ്റിയിട്ട് അറിയുമെങ്കിൽ അവർ ഇസ്ലാമിലേക്ക് വരുമായിരുന്നു. പക്ഷെ അതല്ലാത്തത് കൊണ്ടാണ് അയാളൊക്കെ തെറിച്ചു പോയത്. അപ്പൊ അത് നമ്മൾ വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് അവിടെ പറഞ്ഞത്, നമുക്ക് ചില ഘട്ടങ്ങളിൽ ചില കാര്യങ്ങൾ അതേ പറ്റൂ, നമുക്ക് വേറൊരു വഴി ഇല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം. അത് അനാവശ്യമായിട്ട് ഉപയോഗപ്പെടുത്താതെ ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താം. പക്ഷെ ഈ ട്രാൻസ്പോർട്ട് ബസ്സും അതേപോലെയുള്ള വാഹനങ്ങളൊന്നും ആ കൂട്ടത്തിൽ പെടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അയാൾ ആ സമയത്ത് പറഞ്ഞപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് തലയിൽ കയറിയില്ലെന്ന്. അപ്പൊ ഞാനതിൽ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം. അപ്പം പിന്നെ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആരാധന സൗകര്യം അതേപോലെ അതിന് നിഷേധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും അവന്റെ ആരാധന അവന്റെ സമയത്ത് അവന് നമസ്കരിക്കാം, ബാങ്ക് വിളിക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അത് മാത്രമല്ല, ഈ ദീൻ പ്രചരണം, മതപ്രചരണം വരെ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ അവർക്ക് ചെയ്യാമെന്നുള്ളതാണ്. അവനവന്റെ മതം പ്രചരിപ്പിക്കാനും അതിനെ മറ്റുള്ളവർക്ക് എത്തിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ നൽകുന്നുണ്ട്. ഇയാളാണ് ഇപ്പം നിഷേധിക്കാൻ ശ്രമിക്കുന്നത്. ഇതുപോലുള്ള യുക്തിവാദികൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഈ പറഞ്ഞ സ്വാതന്ത്ര്യമൊക്കെ നഷ്ടപ്പെടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ എന്തായാലും ആ വിഷയത്തിൽ ഒന്നുകൂടി ഈ വിഷയത്തിൽ ക്ലാരിറ്റി എടുത്താൻ ദിലീപ് യൂസുഫ് ഖാൻ കേൾക്കുന്നുണ്ടോ? സംസാരിക്കാം. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, ഇതിനകത്ത് ഇപ്പം ആരിഫിന് നമ്മളെ കുറിച്ച് ഭയങ്കര കൺസേൺ ആണ്. നിങ്ങൾക്ക് ഇപ്പം ഇവിടെ ഇന്ത്യയിൽ മുസ്ലിം അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ് എന്താണ് ആരിഫിന്റെ കൺസേൺ. ഈ ആടിറക്കുന്നതിന് ആടിനോട് എന്താ കാരുണ്യ അല്ലെങ്കിൽ അതിന്റെ കൺസേൺ എന്ന് പറയുന്ന പോലെയാണ്. ഇയാൾ എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെ താറടിച്ച് കാണിക്കാനും ഇസ്ലാമിനെ നശിപ്പിക്കാനും സംഘികളോട് ചേർന്നിട്ട് എന്ത് കിട്ടിയാലും അത് മുസ്ലിങ്ങൾക്ക് എതിരാണെന്നും പറഞ്ഞ് മുസ്ലിമിനെ അത്രത്തോളം വർഗീയവാദികളായിട്ടും മോശക്കാരുമായിട്ട് ചിത്രീകരിക്കുന്ന ഒരാളാണ്. അപ്പൊ അയാൾക്ക് വിഷമം ഇപ്പൊ നമ്മളിപ്പോൾ മുസ്ലിംസ് ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ്. എന്നാലും അങ്ങനെ ചോദിച്ചാണെങ്കിൽ ആ ചോദ്യം ആ വാലിഡ് ചോദ്യമാണ്. കാരണം നമ്മുടെ ആളുകൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി വരുത്തേണ്ട ഒരു സബ്ജക്റ്റാണ് പുള്ളി ചോദിച്ചത്. ആ ഒരു ഇതിൽ നമുക്ക് അത് കാണാം, ക്വസ്റ്റ്യൻ അങ്ങനെ കാണാം. നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പം പുള്ളി ചോദിച്ച ചോദ്യം ഞാൻ റിപ്പീറ്റ് ചെയ്യാം. അത് എന്നിട്ട് ഞാൻ ഒന്നും കൂടെ ക്ലാരിറ്റി ആയിട്ട് ആ ബേസിലുള്ള വേറെ കുറേ ചോദ്യങ്ങളും നമുക്ക് വെച്ചിട്ട് അതിൽ ഇസ്ലാമിന്റെ ആൻസർ എന്താണെന്നുള്ളത് നോക്കാം. പുള്ളി ചോദിക്കുന്നത്, നിങ്ങൾ ബസ്സിൽ ട്രാവൽ ചെയ്യുന്നു, അത് പലിശയിലായിരിക്കും ഓണർ വാങ്ങിച്ചിരിക്കുന്നത് ബസ്. അതിനകത്ത് നിങ്ങൾ കയറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ പങ്കാളിയാവുമല്ലേ? ബസ്സിൽ ഒരു പലിശ നടത്തുന്ന ഒരു
ഒരു ഓർഗനൈസേഷനിൽ നിങ്ങൾ അതിനകത്ത് ഒരു പങ്കാവുന്നു, അതുപോലെ വിമാനങ്ങൾ ഓടിക്കുന്നു, ഇങ്ങനെ എന്തെല്ലാം നിങ്ങൾ ഇടപെടുന്നു അതിനകത്തെല്ലാം പലിശയുണ്ട്, അത് നിങ്ങൾക്ക് ഇവിടെ ഹലാലാവോ, ശരിയാവുമോ എന്നുള്ള ഒരു രീതിയിലുള്ള ചോദ്യമാണ്. ഞാൻ ആ ചോദ്യം ഒന്നും കൂടെ കുറച്ച് നല്ല കൂടെ സിമ്പിളായിട്ട് നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള എക്സാമ്പിൾ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറയാം. ഇപ്പം ഒരു ഭർത്താവ് പലിശ മേടിച്ചാണ് അയാളുടെ ബിസിനസ് നടത്തുന്നത്. എന്നിട്ട് ആ വീട്ടിൽ ഭാര്യ ആണല്ലോ, ഭാര്യ ഒരു നല്ല മുസ്ലിമാണ്, അവർ പലിശ വാങ്ങിക്കുന്നില്ല, വേറെ തെറ്റുകളൊന്നും ചെയ്യുന്നില്ല, മുസ്ലിം മനസ്സിൽ ജീവിക്കുന്നു. ഈ ഭർത്താവ് തരുന്ന ചെലവിലാണ് ആ ഭാര്യ ജീവിക്കേണ്ടത്. അപ്പൊ ആ ഭാര്യയുടെ സ്റ്റാറ്റസ് എന്താണ്? പലിശ തിന്ന കുറ്റം ഭാര്യയ്ക്ക് വരുമോ? ഹാരിഫ് പറഞ്ഞ അതേ ലൈനിലുള്ള ചില പ്രാക്ടിക്കൽ ചോദ്യങ്ങളാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ആളുകൾക്ക് ഇത് ഡൗട്ട് ഉണ്ട്, അതുകൊണ്ടാണ് അത് ക്ലാരിഫൈ ചെയ്യാനായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ പലിശ വാങ്ങിക്കുന്ന ഭർത്താവിന്റെ മുതൽ ഭാര്യ കഴിച്ചു കഴിഞ്ഞാൽ അത് ആ പലിശ തിന്ന കുറ്റം ഭാര്യയ്ക്ക് വരുമോ? വേറെ എവിടെയെങ്കിലും പോയി മേടിക്കാൻ പറ്റത്തില്ല, എന്തായാലും ഭർത്താവ് തരുന്നതല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ വയസ്സായ ഒരു മാതാവുണ്ട്, ആ മാതാവിന്റെ മകൻ അവൻ പലിശ ബിസിനസ് ചെയ്യുന്നു, സംരക്ഷിക്കേണ്ടത് മകന്റെ കടമയാണ്, ആ മാതാവിനെ നോക്കേണ്ടത്. അപ്പം ആ പലിശയുടെ തന്നെ ആയിരിക്കണം, ആ പലിശ കൊണ്ടുവരുന്ന ആഹാരം തന്നെ ആയിരിക്കണം ആ മാതാവ് കഴിക്കേണ്ടത്. അപ്പം ആ മാതാവിന് പലിശ തിന്നതിന്റെ പലിശ ഇടപെട്ടതിന്റെ കുറ്റം വരുമോ? ഇതൊരു എക്സാമ്പിൾ. മറ്റൊരു എക്സാമ്പിൾ, ഒരു പിതാവ് പലിശയിൽ സമ്പാദിച്ച മുതൽ ആ പിതാവ് മരണപ്പെടുന്നതോടുകൂടി മക്കൾക്ക് എത്തിച്ചേരും. അപ്പം ആ മുതൽ ഈ മക്കൾക്ക് ഹലാലാവുമോ? അതിന്റെ വിധി എന്താണ്? അതിന്റെ നിയമം എന്താണ്? ഇതൊക്കെ നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ തന്നെ ഇത് പല രീതിയിലും ആൾക്കാർ കൺഫ്യൂഷൻ ഉണ്ട്. ഇനി ഒരു സിമ്പിൾ എക്സാമ്പിളോട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഷമീർ എക്സാമ്പിളിനാണ് കേട്ടോ, വെറുതെ ഷമീറിനെ കുറ്റപ്പെടുത്തുന്നത്, വെറുതെ ഒരു എക്സാമ്പിൾ അറിയാൻ വേണ്ടി പറയാം. ഷമീർ പലിശ വാങ്ങിക്കുന്നു വിചാരിക്കാം, പലിശ വാങ്ങിച്ചാണ് ഷമീർ ബിസിനസ് നടത്തുന്നത്. ഷമീർ പലിശ ഒന്നുമില്ല, ഷമീർ എടുത്തിട്ട് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാണ്, പലിശ ഒന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ. അപ്പോൾ ഷമീർ എന്നെ നേരിട്ട് കണ്ടുകൂട്ടിയപ്പോഴത്തേക്ക് എനിക്കൊരു ചായ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ ഷമീറിൻ്റെ അടുത്തുനിന്ന് ചായ വാങ്ങിച്ച് കുടിച്ചു. ഷമീറിൻ്റെ ഇരിക്കുന്ന മുതൽ പലിശയ്ക്ക് വാങ്ങിച്ചാന്ന് വിചാരിച്ചാൽ, അപ്പോൾ എനിക്ക് ആ ചായ വാങ്ങിച്ച് കുടിക്കാമോ? ആ മുതലിൽ നിന്ന് ഞാൻ ചായ വാങ്ങിച്ച് കുടിക്കാമോ? എനിക്ക് പലിശ അതിൽ ഇടപെട്ട ആ ശിക്ഷ എനിക്ക് വരുമോ, അല്ലെങ്കിൽ കുറ്റം വരുമോ? ഇതാണ് ആരിഫ് ചോദിച്ചതിന്റെ ക്വസ്റ്റിന്റെ ഒരു പ്രാക്ടിക്കൽ തലം. ശരിക്കും ഒന്നുകൂടെ ക്ലാരിറ്റി ആയിട്ട് പറയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഓരോരോ പ്രശ്നങ്ങൾ, ഇതിങ്ങനെ പലർക്കും ഡൗട്ടുണ്ട്, ഇത് ഇങ്ങനെ ചെയ്യാവോ, ഇങ്ങനെ വാങ്ങിച്ച് കഴിക്കാവോ എന്നുള്ള രീതിയിൽ. ഇതിൽ നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത്, പലിശ വാങ്ങിക്കുന്ന ഒരാള് അയാൾക്ക് കിട്ടുന്ന പൈസ, ഇപ്പോൾ അയാൾ 1 ലക്ഷം രൂപ പൈസ കൊടുക്കുന്നു, അത് തിരിച്ച് വാങ്ങിക്കുമ്പോൾ അതിൽ കൂടുതലായിട്ട് വാങ്ങിക്കുന്നു, ആ 1,10,000 രൂപ വാങ്ങിക്കുന്നു. ആ പൈസ അയാൾക്ക് പലിശ ഇനത്തിൽ വന്ന ആ 10,000 രൂപയാണ് അയാൾക്ക് പലിശ ഇനത്തിലാണ് അയാൾക്ക് വന്നേക്കുന്നത്. ഇനി അയാള് ആ 10,000 രൂപ വെച്ചിട്ട് എനിക്കൊരു ചായ വാങ്ങിച്ചു തരുന്നത് മതി. അങ്ങനെ വരുമ്പോൾ എനിക്ക് ആ പലിശയുടെ എഫക്ട് വരുമോ എന്ന് വെച്ചാൽ വരത്തില്ല. കാരണം അയാൾക്ക് ആ പൈസ വന്നത് പലിശ ഇനത്തിലാണ്, പക്ഷെ എനിക്ക് വന്നത് അത് ഒരു സൗഹൃദം എന്നുള്ള അടിസ്ഥാനത്തിലാണ് അയാൾ എനിക്ക് വാങ്ങിച്ചത്. ഞാൻ പലിശ ഇടപെട്ടിട്ടില്ല, ഞാൻ പൈസ കൊടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് വന്ന റൂട്ട് ഹലാലായ റൂട്ടാണ്. എന്താണ്? ഒരാൾ എനിക്ക് സൗഹൃദ അടിസ്ഥാനത്തിൽ എനിക്കൊരു ചായ വാങ്ങിച്ചു തരുന്നു, കാപ്പി വാങ്ങിച്ചു തരുന്നു, ഒരു ടിഫിൻ വാങ്ങിച്ചു തരുന്നു, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു തരുന്നു. അയാൾ പലിശ വാങ്ങിച്ചു എന്നുള്ളതുകൊണ്ട് അയാൾ എനിക്ക് വാങ്ങിച്ചു തരുന്നത് ഞാൻ കുറ്റക്കാരനാവെന്ന് വെച്ചാൽ കുറ്റക്കാരനാവത്തില്ല. എനിക്ക് വന്ന റൂട്ട് മാത്രം ഞാൻ നോക്കുക, എനിക്ക് വന്നത് കറക്റ്റ് ആണോ എന്ന് മാത്രം നോക്കുക. അതുപോലെയാണ് അപ്പം ബാക്കിയല്ല. ഇപ്പോൾ ഒരു മകന്റെ വീട്ടിൽ താമസിക്കുന്ന മാതാവ്, ആ മകൻ പലിശ മേടിച്ചു, പക്ഷെ ആ മാതാവിന് നോക്കേണ്ട കടമ മകനുണ്ട്. അപ്പം ആ കടമയുടെ പേരിലാണ് ആ മാതാവ് മകന്റെ വീട്ടിൽ ആഹാരം കഴിച്ചത്, അവിടെ തങ്ങിയത്, ആ വാങ്ങിച്ച വസ്ത്രങ്ങളൊക്കെ ധരിച്ചത്. അപ്പം ആ മാതാവിന് ആ കുറ്റം വരില്ല. മകൻ മാതാവിനെ നോക്കണം എന്ന കടമയിൽ അത് കിട്ടിയതാണ്. അതുപോലെ തന്നെ ഭാര്യയുടെ കാര്യം, ഭർത്താവ് പലിശ വാങ്ങിച്ചു, പക്ഷെ ഭാര്യയ്ക്ക് അയാൾക്ക് നോക്കേണ്ട കടമയുണ്ട്. അപ്പം ഭാര്യയ്ക്ക് എൻ്റെ ഭർത്താവ് എനിക്ക് എന്നെ നോക്കേണ്ട കടമയുണ്ട്, എനിക്ക് എൻ്റെ കാര്യങ്ങൾ ആഹാരം എനിക്ക് തരേണ്ട കടമയുണ്ട്. അതിന്റെ ബേസിസിലാണ് ആ ഭാര്യ ഭർത്താവിന്റെ ആ സ്വത്തിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചത്. അതുകൊണ്ട് ഭാര്യയ്ക്കും ഇത് വരത്തില്ല, കുറ്റം വരത്തില്ല. അതുപോലെ അനന്തരാവകാശ സ്വത്തായിട്ട് കിട്ടിയത്, ഒരാളുടെ പിതാവ് പലിശയിൽ വാങ്ങി സമ്പാദിച്ചു വെച്ചു, അത് പിള്ളേർക്ക് കിട്ടിയത്, അല്ലെങ്കിൽ അത് അനന്തരാവകാശ സ്വത്ത് എന്നുള്ള രീതിയിലാണ് അയാൾക്ക് കിട്ടിയത്, ആ കുട്ടികൾ കിട്ടിയത്, അത് അതിനകത്ത് വരത്തില്ല. ആ തെറ്റ്, ആ പലിശ എന്നുള്ളത് അവർക്ക് വരില്ല. ഇനി ആ ഹറാം തന്നെ, ആ പൈസ ഹറാമാന്ന് വിചാരിക്കരുത്. ആ പലിശയ്ക്ക് വന്ന പൈസ ഹറാം അല്ല, ആ റൂട്ടാണ് നോക്കേണ്ടത് ഹറാമാന്നുള്ളത്. ഹറാം പറയുമ്പോൾ ഹറാം 2 രീതിയിലുണ്ട്. ഒന്ന്, ആ വസ്തു തന്നെ ഹറാമാവും. ഒരു പന്നി ഇറച്ചി, അത് ഹറാമാണ്. അത് ഷമീർ എനിക്ക് സൗഹൃദമായിട്ട് വാങ്ങിച്ചു തന്നാലും ഞാൻ കഴിക്കാൻ പാടില്ല, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചു തരാൻ പാടില്ല, കഴിക്കാൻ പാടില്ല, ആരെന്നാലും വാങ്ങിച്ചു കഴിക്കാൻ പാടില്ല. കാരണം ആ വസ്തു തന്നെ ഹറാമാണ്. അപ്പം അത് സൗഹൃദമായിട്ട് വാങ്ങിച്ചു തന്നാലും കഴിക്കാൻ പാടില്ല, നമ്മളായിട്ടും പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പാടില്ല, എങ്ങനെയും കഴിക്കാൻ പാടില്ല. മൊത്തത്തിൽ ആ വസ്തു തന്നെ ഹറാം. അതുപോലെ തന്നെ മദ്യം, ഒരാളെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഒരാൾ വാങ്ങിച്ചിരുന്നു എന്നും പറഞ്ഞ് എനിക്ക് വാങ്ങിച്ചു കുടിക്കാൻ പറ്റുന്നത്, ചില വസ്തു ഹറാം. പക്ഷെ ഈ കേസിൽ വസ്തു ഹറാമല്ല, അയാൾക്ക് വരുന്ന ആ പണമല്ല ഹറാം. ആ പണം വന്ന റൂട്ടാണ്. പലിശ വാങ്ങിക്കുന്ന ആൾക്ക് അത് പലിശയാണ്. അതേ ഒരു 10,000 രൂപ അയാൾക്ക് ഹറാമാണെങ്കിൽ ആ 10,000 രൂപയിൽ എനിക്ക് 1,000 രൂപയ്ക്ക് എന്തെങ്കിലും സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ പൈസ അത് തന്നെ ആയിരിക്കും. പക്ഷെ അയാൾക്ക് ഹലാലും അയാൾക്ക് ഹറാമും എനിക്ക് ഹലാലും ആയി. എന്ന് വെച്ചാൽ
എനിക്ക് അയാൾ തന്നത് സൗഹൃദ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഈ രണ്ടിന് വ്യത്യാസം അറിയണം. ഒരു കേസ് ആ വസ്തു തന്നെ ഹറാമാവും, മറ്റൊരു കേസിൽ വസ്തു ഹറാമല്ല, പൈസ ഹലാൽ തന്നെയാണ്, പക്ഷെ വന്ന റൂട്ടാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഞാൻ പോയി കൊള്ളടിച്ചാലോ ഞാൻ പോയി വലിച്ചു വാങ്ങിച്ചാലോ അതെനിക്ക് ഹറാമായി. ഞാൻ ഒരാൾക്ക് ചായ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അയാൾക്ക് ഹറാമല്ല. ഇതിന് ഒരുപാട് എക്സാമ്പിൾ നമുക്ക് ഇസ്ലാമിന്റെ പ്രവാചകന്റെ ചര്യയിൽ നിന്ന് നമുക്ക് കാണിക്കാൻ പറ്റും. എന്നിട്ട് ഒരൊറ്റ ഹദീസ് മാത്രം ഞാൻ കാണിക്കാം. അത് ബുഖാരിയിൽ 2577 എന്നുള്ള ഒരു ഹദീസ്. ഹദീസിൽ എന്താണെന്ന് വെച്ചാൽ, ബരീറ എന്ന് ഒരു അടിമ സ്ത്രീ ആയിഷ ബീവിക്ക് ഉണ്ടായിരുന്നു. അടിമ സ്ത്രീയാണ്. ആ അടിമ സ്ത്രീക്ക് ഒരു ഇറച്ചി കഷ്ണം സദക്ക എന്നുള്ള രീതിയിൽ ഇറച്ചി കഷ്ണം ബരീറയ്ക്ക് വന്നു ചേരും. പ്രവാചകന് സദക്കായും സക്കാത്തും ഹറാമാണ്, ഗിഫ്റ്റ് ഒക്കെയാണ്. പ്രവാചകന് ഗിഫ്റ്റ് എന്നുള്ള അടിസ്ഥാനത്തിൽ പ്രവാചകന് ഹലാലാണ്, സദക്കായും സക്കാത്തും ഹറാമാണ്. ഇപ്പൊ ഗിഫ്റ്റും സദക്ക എന്നുള്ള വ്യത്യാസം കൂടെ ചിലപ്പം കൺഫ്യൂസ് ആവും, അതും കൂടെ ഒന്ന് ക്ലാരിറ്റി വരുത്തണം. സദക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാട്ടി താഴെയുള്ള ഒരു ആൾക്ക് ഒരു അനുകമ്പ അല്ലെങ്കിൽ പാവം എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുത്തു വിടുന്നതാണ് സദക്ക ആവുക. എന്നുവെച്ചാൽ അയാൾക്ക് കഴിവില്ല, പട്ടിണി കിടക്കുന്നു, കഷ്ടപ്പെടുന്നു, അത് നോക്കി സഹായം എന്നുള്ള രീതിയിൽ, സഹായം അവർ കെയർ ചെയ്യുക എന്നുള്ള രീതിയിൽ ആണ് നമ്മൾ അവർക്ക് കൊടുക്കുക. അവർക്ക് വയ്യാത്ത, അവർക്ക് കഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ കൊടുക്കുന്നതാണ് എന്താണ് സദക്ക എന്ന് പറയാം. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു ഇഷ്ടം കൊണ്ട് കൊടുക്കുന്നത്. അത് രണ്ട് സൈഡിലും വരാം. മുകളിലുള്ള ആൾ താഴെയുള്ള ആൾ തന്നെ കൊടുക്കുന്നില്ല, താഴെയുള്ള ആൾക്കും മുകളിലുള്ള ആൾക്ക് കൊടുക്കാം. ഒരു സാധാ പാവപ്പെട്ട ആൾ അയാളുടെ ബോസിനോ അല്ലെങ്കിൽ അയാളുടെ മാനേജറിനോ ഒരു പേന വാങ്ങിച്ച് ഗിഫ്റ്റായിട്ട് കൊടുക്കാം, അത് ഗിഫ്റ്റാണ്, അത് സദക്കയല്ല. അപ്പം സൗഹൃദ അടിസ്ഥാനത്തിൽ, ഇഷ്ടം എന്ന അടിസ്ഥാനത്തിൽ കൊടുക്കുന്നത് സദക്കായും, ഒരു അനുകമ്പ പാവം എന്ന് വിചാരിച്ച് അയ്യോ കഷ്ടപ്പെടുന്നു എന്ന് വിചാരിച്ച് അങ്ങനെ കൊടുക്കുന്നത് സദക്കായും. ഈ രണ്ട് വ്യത്യാസം മനസ്സിലാക്കും. അപ്പം പ്രവാചകൻ ഗിഫ്റ്റ് സ്വീകരിക്കുമായിരുന്നു, പക്ഷെ സദക്ക സ്വീകരിക്കില്ല. കഷ്ടപ്പെടുന്നു, പട്ടിണി കിടക്കുന്നു, പാവപ്പെട്ട ഇത് വെച്ചോ എന്നുള്ള രീതിയിൽ അങ്ങനെ വാങ്ങിച്ചുകൂടാது. അപ്പം ഇതാണ് വ്യത്യാസം. അപ്പം ഈ സദക്ക പ്രവാചകൻ ഹറാമാണ്. ബരീറയ്ക്ക് വന്ന ആ ഇറച്ചി സദക്ക രൂപത്തിൽ വന്നതാണ്. അപ്പം ആയിഷബി പറയുന്നുണ്ട് ഇങ്ങനെ ബരീറയ്ക്ക് സദക്ക എടുത്ത് പറയുന്നുണ്ട്, നല്ല ശ്രദ്ധിച്ച് കേൾക്കണം. അതിനകത്ത് പറയുന്നുണ്ട് സദക്ക രൂപത്തിൽ ബരീറയ്ക്ക് ഇറച്ചി കിട്ടിയിട്ടുണ്ട്, ആ ഇറച്ചി നമുക്ക് കൊണ്ട് തന്നിട്ടുണ്ട്, അത് കഴിക്കാമെന്ന് ചോദിക്കുമ്പോൾ പറയും അത് ബരീറാക്ക് സദക്കായും നമുക്ക് ഗിഫ്റ്റുമാണ്. അതാണ് പോയിന്റ് അതിനകത്ത്. ബരീറായ്ക്ക് ആ അടിമ സ്ത്രീക്ക് അത് സദക്കായിട്ട് വന്നത്, പക്ഷേ നമുക്ക് വന്നത് ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ, എനിക്ക് ഒരു ഇഷ്ടത്തോടാണ് ബരീറ തരുന്നത്, അതുകൊണ്ട് അത് നമുക്ക് ഹലാം കഴിക്കാം എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് എന്റെ ബേസ്. മൊത്തത്തിൽ പ്രവാചകന്റെ പല പല കാരണം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ റൂട്ട് മാറി വരുമ്പോൾ അത് ഹലാലാവും. ഗനീമത്ത്, യുദ്ധത്തിൽ കിട്ടുന്ന ഗനീമത്ത്, അത് എതിരാളികൾ മുസ്ലിങ്ങൾ അല്ലാത്ത ആൾക്കാർ സമ്പാദിച്ച സ്വത്തുക്കളാണ്. അത് നമുക്ക് പാടില്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് കിട്ടിയത് ഗനീമത്തിലാണ്, അത് പ്രവാചകൻ എടുത്തിട്ടുണ്ട്. യുദ്ധത്തിൽ ഗനീമത്ത് വരുമ്പോഴത്തേക്ക് അത് നമുക്ക് ഹലാൽ, യുദ്ധം ചെയ്ത് കിട്ടിയതാണ്. അവൻ എങ്ങനെ സമ്പാദിച്ചെന്നുള്ളത് പോയിന്റ് വരത്തില്ല. അതിന്റെ സക്കാത്ത് പോയി മേടിച്ചോണ്ട് വരുമായിരുന്നു. എല്ലാ സക്കാത്ത് കൊടുക്കേണ്ട ആൾക്കാർ ആരൊക്കെ കടമപ്പെട്ടിട്ടുണ്ട് അവരുടെ വീട്ടിൽ അവിടെ പോയിട്ട് കണക്ക് വെച്ചിട്ട് എടുത്തോണ്ട് 100 ആടുണ്ടെങ്കിൽ 5 ആട് 10 ആട് എന്താ കണക്കോ അതനുസരിച്ച് എടുക്കുമായിരുന്നു. നീ ആടെങ്ങനെ സമ്പാദിച്ചു, നീ അതിനകത്ത് വല്ല കള്ളം പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ നീ പലിശയ്ക്ക് വാങ്ങിച്ചാണ് കാർഡ് ചെയ്തത്, നീ കറക്റ്റ് നിസ്കരിക്കുന്ന ആളാണ്, ഇങ്ങനെ നോക്കി എല്ലാ സക്കാത്ത് എടുത്തോണ്ടിരുന്നത്. എല്ലാവരും ആരൊക്കെ തരണം കണക്ക് നോക്കി എടുത്തോളും. അപ്പം നമുക്ക് വന്ന റൂട്ട് കറക്റ്റ് ആണോ എന്ന് മാത്രം അതിനകത്ത് നോക്കിയാൽ മതി. ഇങ്ങനെ പല പല എക്സാമ്പിളിൽ നമുക്ക് കാണാൻ പറ്റും. പ്രവാചകൻ വന്ന ഗിഫ്റ്റുകൾ എല്ലാം അപ്പുറത്ത് ഉള്ള രാഷ്ട്രത്തിലുള്ള തലവന്മാർ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം നല്ല കറക്റ്റ് രീതിയിലാണോ സമ്പാദിച്ചെന്നുള്ളത് അല്ല. അതുപോലെ ഒരു ജൂത സ്ത്രീയുടെ വീട്ടിൽ പോയി കഴിച്ചിട്ട് വിഷം തടവി കൊടുത്തു നമ്മൾ സംഭവം കേൾക്കാം. അതെന്താണ് അവരെല്ലാം പലിശ വാങ്ങിച്ചോണ്ടത്, ജൂതന്മാർ പലിശ വാങ്ങിച്ചു, അത് കാരണം അവർ ശപിക്കപ്പെട്ടെന്ന് ഖുറാനിൽ തന്നെ അല്ലാഹു പറയുന്നു. അപ്പം അതങ്ങനെയല്ല, അവർ സൗഹൃദം എന്നുള്ള രീതിയിലാണ് പ്രവാചകൻ കൊടുത്തത്. അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കുക, പലിശ എന്നുള്ള കാര്യം നമ്മൾ വാങ്ങിച്ചാൽ മാത്രമേ ഉള്ളൂ പ്രശ്നം. വേറെ ആൾ സൗഹൃദ അടിസ്ഥാനത്തിൽ അയാൾ എന്ത് ബിസിനസ് ചെയ്താലും, ഇനി കള്ളക്കച്ചവടം നടത്തിയാലും നമുക്ക് അയാൾ സൗഹൃദമായിട്ട് വാങ്ങിച്ചിരുന്നതിൽ അത് കഴിക്കുന്നതിൽ തെറ്റില്ല. അപ്പം അതാണ് ആരിഫ് അതിനകത്ത് ചോദിച്ചതിനകത്തുള്ള ഒരു ഇത്. നമുക്കത് ആൾക്കാർക്കും കൂടെ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ആ ഒരു ടോപ്പിക്കായിട്ട് തന്നെ നമ്മളെടുത്ത് പറഞ്ഞത്. ഓക്കെ, അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം. അതേപോലെ തന്നെ ഇപ്പോൾ സൂറത്ത് ബക്രയിൽ 286 ഒരു വചനമുണ്ട്. അതിൽ പറയുന്നത് അള്ളാഹു ഒരാളോടും അയാളുടെ കഴിവിൽപ്പെട്ടതല്ലാതെ ചെയ്യാൻ നിർബന്ധിക്കുകയില്ല. ഓരോരുത്തർക്കും പ്രവർത്തിച്ചതിന്റെ സൽഫലം അവരവർക്ക് തന്നെ, ഓരോരുത്തരും പ്രവർത്തിച്ചതിന്റെ ദുഷ്ഫലവും അവരവരുടെ മേൽ തന്നെ. ഇവിടെ കൃത്യമായിട്ട് നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് അള്ളാഹു നമുക്ക് അധിക ഭാരം അത് ആർക്കും നൽകില്ല എന്നാണ്. അതിപ്പം വിശ്വാസിയാവട്ടെ അവിശ്വാസിയാവട്ടെ ആർക്കും അവൻക്ക് അമിതമായിട്ടുള്ള അവന് താങ്ങാൻ പറ്റാത്ത ഒരു ഭാരവും ദൈവം കൊടുക്കില്ല എന്ന് കൃത്യമായിട്ട് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ട്രെയിന് കൊടുക്കില്ല എന്ന് പറഞ്ഞാലേ ഷമീറെ കൊടുക്കില്ല എന്ന് പറഞ്ഞാല് ചോദ്യം ഇല്ല എന്നുള്ളതാണ് അർത്ഥം. അതെ, ചോദിക്കത്തില്ല, തെറ്റ്. ഭാരം തരത്തില്ല എന്ന് പറഞ്ഞാല് ഇപ്പൊ നീ എന്തുകൊണ്ട് നീ ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്തിട്ട് ഇതിൽ യാത്ര ചെയ്തു, അല്ല അത് അതിലും പറ്റില്ല. അല്ലാതെ തന്നെ ഇപ്പൊ പന്നിയിറച്ചി കഴിച്ചെന്ന് പറഞ്ഞാല് അവൻ ചാവാൻ പോകുന്നു, അവൻ കഴിക്കുന്നു. അപ്പൊ അവന് താങ്ങാൻ പറ്റുന്നതിലും കൂടുതലായ ഒരെണ്ണത്തിനകത്ത് അവനൊരു ചോദ്യമില്ല, അതും കൂടെ അർത്ഥമുണ്ട്. തരില്ല എന്നുള്ളതല്ല, അങ്ങനെ താങ്ങാതെ വന്നിട്ടാണ് അവൻ ഇങ്ങനെ ഒരു ഡിവേറ്റ് ആയി പോയെങ്കിൽ അതിൽ അവന് ക്വസ്റ്റ്യൻ ഇല്ല. അതെ, അതേപോലെ അല്ലേ ഈ ബസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടേക്ക് അവർക്ക് നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മൾ ഈ
ട്രാവൽ ചെയ്യണ, വിമാനമാവട്ടെ ബസ്സാവട്ടെ ഏതാവട്ടെ. ഇനിയിപ്പോൾ അതൊക്കെ പോട്ടെ, നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളൊരു ഏതെങ്കിലും ഒരു ഫ്രണ്ടോ ആരെങ്കിലും ഇനി ഇതേപോലെ തന്നെ പലിശക്കാരനായിരിക്കാം, അയാളൊരു ലിഫ്റ്റ് എന്ന് വിചാരിക്കാം, നമ്മളതിൽ കയറി പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. അവിടെ നമ്മൾക്ക് അയാള് ഒരു പലിശ എന്നുള്ള രീതിയിലല്ല നമ്മൾ ആ കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് അയാളൊരു സ്നേഹബന്ധത്തിൽ നമ്മൾ അതിൽ കയറി പോകുന്നു എന്ന് മാത്രം. അത് ആ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇയാൾക്ക് ഇതിനെ പറ്റി അറിയാത്തത് കൊണ്ടായിരിക്കാം അയാൾ അങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആളുകൾക്കിടയിൽ ഒരു എന്താ പറയുക തെറ്റിദ്ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ അവരുടെ മെയിൻ പ്രൊപ്പഗണ്ട. അത് ഒന്ന് എല്ലാ ചോദ്യങ്ങളിലും വഴി മുട്ടി നിൽക്കുമ്പോൾ അവസാനമായിട്ട് ചോദിക്കുന്ന ചില ചോദ്യത്തിൽ മാത്രമേ ഇത് ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായതിനു ശേഷം അവസാനം വന്ന ചോദ്യമാണിത്. ഓക്കെ. അപ്പം നമുക്ക് ഇൻഷാ അല്ലാഹ് ഇത് എൻഡ് ചെയ്യാം അല്ലേ? അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാം. ഓക്കെ, ജസാക്കല്ലാഹ് ഖൈർ. എന്തായാലും ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് എന്തായാലും കാണാം. അപ്പൊ നമ്മൾ നിർത്താണ്. വാഹിദ് വന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.